ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ അനിയത്തിയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ, ഒരു ഡിന്നർ പ്രിപ്പറേഷൻ. അപ്പോൾ അവൾ നൈറ്റിലേക്ക് സാൽമൺ ഫിഷാണ് കേട്ടോ ഇത്. സാൽമൺ ഫിഷിൽ അവൾ ആദ്യം ഒന്ന് മീൻസ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിൽ ജസ്റ്റ് സീ സോൾട്ട്, നമ്മുടെ ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ നന്നായിട്ടൊന്ന് അത് മാരിനേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് സമയം വെക്കും കേട്ടോ. ഒരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ അത് അങ്ങനെ പേസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെക്കും. അതിനു ശേഷമാണ് മാരിനേഷൻ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഫിഷിലുള്ള ആ സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാത്രി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഫിഷിനുള്ള ശരിക്കും ഉള്ള മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അത് നന്നായിട്ട് ഇങ്ങനെ പ്രസ്സറിൽ വെച്ച് പ്രസ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് ഇത് കസൂരി മേത്തി. അപ്പോൾ ഇതൊരു അവളുടെ സ്റ്റൈലിലായിട്ട് അവൾ ചെയ്യുന്ന ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലാസാണ്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഒന്ന് ഇതാക്കി പ്രസ് ചെയ്ത് ചേർത്തു. അതിലേക്ക് കസൂരി മേത്തി, പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി. ഇത് കുറച്ച് എരിവുള്ളതാണ് ഇവിടുത്തെ ഈ ക്രഷ്ഡ് ചില്ലി. അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. അതിനുശേഷം പിന്നെ കുറച്ച് തന്തൂരി മസാലയാണ് കേട്ടോ ഇത്. കുറച്ച് തന്തൂരി മസാല. അതിനുശേഷം പിന്നെ കുറച്ച് ഇതും കൂടെ ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ ചേർത്തു. ഇനി കാശ്മീരി ചില്ലി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതും ഇങ്ങനെ ബ്രഷ് കൊണ്ടാണ് അവൾ മിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേലും അത് നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ ബ്രഷൊക്കെ ഇതിന് വേണ്ടി മാത്രമല്ലേ ജസ്റ്റ് ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് അതിൽ വെച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് മിക്സായി വന്നു. പിന്നെ അതിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, മല്ലിയില കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണേ. വെളുത്തുള്ളി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ ആ ബാലൻസ് വന്ന നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങയൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇത് അത് ജസ്റ്റ് ആ മസാലയൊന്ന് പുരട്ടുന്നത്. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി ഇടുന്നത് എനിക്ക് കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഇത് വെക്കണം. വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനി അങ്ങനെ തന്നെ കവർ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഇന്ത്യൻ ഡിഷസ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് US വന്നിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഡിന്നർ, ഇതിപ്പോൾ US ഡിന്നറാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇതും ഒരു വെറൈറ്റി ഡിന്നറായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഗ്രീൻ പാസ്തയും ഒന്ന് പിങ്ക് പാസ്തയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്.
ആദ്യം പാസ്ത ഇൻ പിങ്ക് സോസ്. പിങ്ക് സോസിലെ പാസ്ത എന്ന് പറയുമ്പോഴത്തേല് അതിൽ ചേർക്കുന്നത് അത് വൈറ്റ് സോസാണ്. വൈറ്റ് സോസിൽ ബട്ടർ, മൈദ, മിൽക്ക്, ഇതിൻ്റെ കൂടെ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേലാണ് അത് പിങ്ക് സോസ് ആവുന്നത്. ഇപ്പോൾ ആദ്യം ചേർത്തത് ഒരു ഓണിയൻ, പിന്നെ കുറച്ച് ഗാർലിക്ക്, പിന്നെ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അതിലേക്ക് ഇത് പിങ്ക് പാസ്തയായിട്ട് തന്നെ മേടിക്കുന്നതാണ് കേട്ടോ. അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് ബട്ടർ, മൈദ, മിൽക്ക്, പിന്നെ ഈ ടൊമാറ്റോ ഇതും കൂടെ ചേർക്കും. അപ്പോൾ അത് ഒരു പിങ്കിഷ് കളറ് വരും. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട്, അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ല, അത് കടയിൽ നിന്ന് അങ്ങനെ തന്നെ മേടിച്ചിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അത് ബാക്കി അതിൽ ഇനിയും നമുക്ക് ഇതിപ്പോൾ ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മേടിച്ച ആ മിക്സിൽ കുറച്ചൊക്കെ അതിൽ തന്നെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് പാലും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പിങ്ക് പാസ്ത ഉണ്ടാക്കുന്നതിനായിട്ട്. ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ സോട്ടേ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ഇത് പാസ്ത റെഡിയാവും. 1 ടൈപ്പ് ഓഫ് പാസ്ത, പിങ്ക് പാസ്ത. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഗ്രീൻ പാസ്തയാണ്. ഗ്രീൻ പാസ്തയിലേക്ക് ആ ഒരു ഗ്രീൻ സോസ്, അത് പെസ്റ്റോ സോസ് എന്നാണ് പറയുന്നത് കേട്ടോ, അതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പെസ്റ്റോ സോസ് ആഡ് ചെയ്തു. അതിന് ഗ്രീൻ സോസ് എന്നാണ് പറയുന്നത്. അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ നട്ട്സ്, പിന്നെ കുറച്ചധികം ഗാർലിക്ക്, പിന്നെ ബേസിൽ ലീവ്സ്. ഇത് മൂന്നുമാണ് ഈ ഗ്രീൻ സോസ്, പെസ്റ്റോ സോസിൽ ലുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ രണ്ടാമത് അതും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം, ഈ സോസ് ആഡ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് ക്രഷ് ചെയ്ത് പെപ്പർ ഇടുവാണ്. അപ്പോൾ പെപ്പറും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് പോരാൻ തോന്നി കേട്ടോ, സോസ് പോരാൻ തോന്നിയതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടെ സോസ് ആഡ് ചെയ്യാണ്. അപ്പം ഇതും അതെ, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു. അപ്പം അതും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. രണ്ടും എപ്പോഴും നമ്മൾക്ക് ഒരു പുതിയ നാട്ടിൽ വരുമ്പം ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലും ഉണ്ടാക്കുന്നതാണ്. ബട്ട് ഇന്ത്യയിൽ നമ്മളെപ്പോഴും അണ്ടർ വൈറ്റ് സോസ് ആൻഡ് റെഡ് സോസ് ഇതിലല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തതിൻ്റെ ആ ഒരു ഫോട്ടോയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ വീഡിയോ അപ്പോൾ അനിയൻ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ ഏതാണ്ട് സോസ് ഇവിടെ സോസല്ലല്ലോ പാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോഴേക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബ്രെഡും കൂടെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡിലേക്ക് അത് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സവാള അരിഞ്ഞത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സവാള അതിൽ നന്നായിട്ട്
ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. അവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കും. അപ്പോഴേക്കും അത് നല്ല സോഫ്റ്റും നല്ല ഒരു ഇതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് അതിൻ്റെയും ഈ മാരിനേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് അനുവിൻ്റെ കുക്കിംഗ് ആണ്. ഇന്നെല്ലാം അനുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കുവാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അനിയൻ വന്നിട്ട് ഇത് എന്താ പറയുന്ന ഗ്രില്ല് ചെയ്ത ആ ഫിഷൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുവാണ്. അപ്പോൾ അനിയൻ വന്നിട്ട് പറയുക, അനിയൻ അതിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പറയുക, ഞാനാണ് ഷെഫ്, ഞാനാണ് ഇത് ഉണ്ടാക്കിയെന്ന്. അത് മോസ്റ്റ്ലി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അവർ അതിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് അത് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബ്രെഡും ഒക്കെ റെഡിയായി. എന്നിട്ട് ഡിന്നറിനുള്ള എല്ലാവരും ഡിന്നറിന് ഇരിക്കുവാണ്. ഇത് അനുവിൻ്റെ പപ്പയാണ് കേട്ടോ. അങ്കിളിനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞു. ഇത് അനുവിൻ്റെ മമ്മി. ആൻറ്റി ഹായ് പറയാൻ പറഞ്ഞു. എല്ലാവരും അനു. പിന്നെ അത് ഷെഫ് അനിയൻ ജോബി, ഇതറിയാമല്ലോ. ഇത് സാഞ്ചേട്ടൻ. അങ്ങനെ മോള് നേരത്തെ കഴിച്ചിട്ട് പോയി കേട്ടോ. അതുകൊണ്ട് മോളെ കാണിക്കാൻ പറ്റാതിരുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. നല്ല അടിപൊളി ഡിന്നറായിരുന്നു. അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.